വിജയിക്കട്ടെ. മന്മഥന് രൂപമില്ലെന്ന് ആരാ പറഞ്ഞത് കനകാമ്പ? അങ്ങോട്ട് നോക്കൂ, ശൗര്യവും സൗന്ദര്യവും ഒട്ടും കുറയാത്ത നിന്റെ സഹോദരൻ രുദ്രദേവനെ. എന്നെ പോലുള്ള കന്യകമാരുടെ വലയിൽ വീഴാതിരിക്കാനാണോ ഇത്രയും നാളും പുറത്തേക്ക് വരാതിരുന്നത്? കോമളാമ്പ കുമാരിക്ക് ആശ്ചര്യം അടക്കാൻ കഴിയുന്നില്ലല്ലേ? എന്റെ സഹോദരനാണ്. ഞാൻ പോലും ജ്യേഷ്ഠനെ വിശേഷങ്ങൾക്കും ആഘോഷങ്ങൾക്കുമാണ് കാണുന്നത്. ഈ അംഗരക്ഷകരൊക്കെ എവിടേക്കാ പോയത്? അനുസരണ തീരെ ഇല്ലാത്ത പെൺകുട്ടികളാ. ആണുങ്ങളോട് ഇങ്ങനെയൊക്കെയാണോ? അവരെങ്ങനെ പെരുമാറുന്നതിലുള്ള ദേഷ്യമാണോ, നിനക്കതിന് കഴിയാത്തതിലുള്ള സങ്കടമാണോ? കണ്ടില്ലേ മഹാമന്ത്രി, യുവരാജനോടിപ്പോ പെൺകുട്ടികൾക്ക് എത്ര മമതയാണെന്ന്. ഉടൻ തന്നെ മംഗല്യം നടത്തണം. അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ പ്രേമിച്ച ഗോപികമാരെ പോലെ എത്ര പെൺകുട്ടികൾ പ്രണയിക്കുമോ എന്തോ, എത്ര അന്തഃപുരങ്ങൾ പണിതുയർത്തേണ്ടി വരുമോ. രാജഗജകേസരി രുദ്രദേവ യുവരാജൻ വിജയിക്കട്ടെ. രുദ്രദേവൻ എവിടെയുണ്ടെന്നോ എങ്ങനെയുണ്ടെന്നോ അറിയാൻ കഴിയാത്തത് ഒരു വശത്ത്, എൻ്റെ മുത്തശ്ശൻ്റെ മരണവും ജ്യേഷ്ഠൻ കൃഷ്ണഭൂപതിയുടെ രാജ്യാഭിഷേകവും മറുവശത്ത്. അതുകൊണ്ടാണ് ഇത്രയും കാലതാമസം നേരിട്ടത്. ഇനി ക്ഷമിക്കാൻ കഴിയില്ല. ആദ്യം ശത്രുവിനെ ബുദ്ധിബലം കൊണ്ട് അശക്തനാക്കണം. ഈ ദേവഗിരി നഗരത്തിൽ നിന്ന് ഉദ്ഭവിച്ച് കടലിൽ ചെന്ന് പതിക്കുന്ന കൃഷ്ണ, ഗോദാവരി, മഞ്ചീര നദികളാണ് നമ്മുടെ പുതിയ ആയുധങ്ങൾ. കാകതീയ സാമ്രാജ്യത്തിന്റെ ജീവാധാരമായ ആ നദീപ്രവാഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കൂ. അണക്കെട്ടുകൾ ഉടൻ തന്നെ അടയ്ക്കൂ. എതിർക്കാൻ വരുന്നവർ ആരായാലും അവരെ ആ ജലദേവതയ്ക്ക് ബലിയർപ്പിക്കൂ. ജലം കിട്ടാതെ വരുമ്പോൾ എന്റെ കാൽക്കൽ ശരണം പ്രാപിക്കാതെ നിവൃത്തിയുണ്ടാവില്ല കാകതീയർക്ക്. ഇനി കണ്ടോളൂ, കാൽവിരൽ പോലും ചലിപ്പിക്കാതെ ഈ മഹാദേവൻ കാകതീയ സാമ്രാജ്യത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന പ്രശ്നമാണ് ആദ്യം പരിഹരിക്കേണ്ടത്. അത് കഴിഞ്ഞു മതി ശത്രുവിന്. ഇത് രുദ്രദേവന്റെ പുതിയ പരിഷ്കാരമാണോ? അല്ല, മഹാദേവന്റെ കുടില തന്ത്രത്തിനുള്ള മറുപടിയാണിത്. ദുരിതമനുഭവിക്കുന്ന പ്രജകളുടെ പ്രശ്നം പരിഹരിക്കാതെ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നത് ഉചിതമല്ല. പ്രജകളെ പ്രശ്നങ്ങളെല്ലാം അറിയിക്കണം. ഓഹോ, എന്ന് വച്ചാൽ പ്രജകളെയെല്ലാം വിളിച്ച് ആൽമര ചുവട്ടിലിരുന്ന് പെരുമ്പറ മുഴക്കി പറയണമെന്നാണോ? വളരെ ശരിയാണ് അംബരാജൻ. നാടുകൾ തോറും ചുറ്റി നടന്ന് പൊതുജനങ്ങളുമായി സംസാരിക്കാം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം യുദ്ധം. കാകതീയ വംശത്തിൽ ഇതുപോലൊരു ഭീരു ജനിക്കുമെന്നും യുദ്ധമെന്ന് കേട്ടാൽ ഭയന്നോടുമെന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. രാജാക്കന്മാർ നേരിട്ട് ചെന്ന് പ്രജകളുമായി സംസാരിക്കണമെന്നോ? ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഭയമാവുകയാണ്. എനിക്കും സാമന്ത രാജാക്കന്മാർക്കും നീരസമുള്ളതുകൊണ്ട് ഈ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്.